അസ്സലാമു അലൈക്കും മുത്തുമണികളെ, എല്ലാവർക്കും നമസ്കാരം. അബ്ബാസ് കല്ലൂട്ടിയാണ്. ഞാൻ എന്നുള്ളത് നമുക്ക് അമ്പലമുക്ക്, എവിടെ അമ്പലമുക്ക്? കോഴിക്കോട് ജില്ലയിൽ നിന്ന് വെറും 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പെരുവയിൽ നിന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമ്പലമുക്ക് നമ്മളെ ഈ വീട്ടിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. നല്ല അടിപൊളി 4 ബെഡ്റൂമിൻ്റെ കിടക്കുന്നൊരു വീട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്കൊന്ന് കയറുന്നുണ്ട്. ഉൾഭാഗമൊക്കെ ശരിക്കും നോക്കിയാൽ ടൈല് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിത് ഒരു ചാരുപടി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പം ഈ ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂമുണ്ട്. അവിടെ കുഞ്ഞുവാവ് ഉറങ്ങുന്നുണ്ട്. ലൈറ്റ് ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും നല്ല നീറ്റായും കണ്ടീഷനായി കൊണ്ടുവയ്ക്കുന്നുണ്ട്. ജനൽ കട്ടണ കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗം കണ്ടീഷനാണ്. നല്ല കാറ്റ് വെളിച്ചമൊക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ. അപ്പം ഡോറുകളൊക്കെ നമുക്ക് നല്ല മരത്തിൻ്റെ ഡോറാണ് വരുന്നത് കേട്ടോ. ഈ കട്ടിലാണ്, ജനൽ കട്ടിലാണെങ്കിലും വാതിൽക്കട്ടിലാണൊക്കെ മരമാണ് പോളിഷ് ചെയ്ത്. അപ്പോൾ നമുക്കിവിടെ ഒരു ലിവിങ് ആണിത് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള ലിവിങ് സെറ്റാക്കിയിട്ടുണ്ട്. ബെഡ്റൂം ആക്കണേ ബെഡ്റൂം ആക്കാം. ഇത് കൂട്ടിയാണ് ഞാൻ 4 ബെഡ്റൂം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിറ്റൗട്ടിൻ്റെ ഭാഗങ്ങൾ കണ്ടില്ലേ? സിറ്റൗട്ടിൽ നിന്ന് പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ തൊട്ടടുത്തൊക്കെ വീട് എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. നമ്മളെ ബസ് റൂട്ടിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരമാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം. പിന്നെ നമുക്കിതാ ഒരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട്. ആൾ അത്യാവശ്യം നല്ല ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടാലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഭാഗമാണ്. ഓക്കെ, ഇപ്പം ഈ ഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. ഈ ഭാഗത്തൊരു ബെഡ്റൂം, ഇത് നമുക്ക് അറ്റാച്ച്ഡായിട്ട് വരുന്ന ബെഡ്റൂമാണ്. ഓക്കെ, റൂം അറ്റാച്ച്ഡാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇത് നോട്ട് അറ്റാച്ച്ഡാണ്. അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ റൂമും അറ്റാച്ച് ആക്കണമെങ്കിൽ സുഖമായിട്ട് ആക്കാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ. അടുക്കള വരുന്നത് കേട്ടോ. നല്ല വിശാലമായിട്ടൊരു അടുക്കളയാണ്. ഇനി പുറത്തേക്ക് തള്ളി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. വലിയൊരു ഫ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ആളുണ്ട്, ആളെ കാണാതെ. നമുക്ക് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള, അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള എൻട്രൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വന്നാൽ നമുക്ക് പുറത്തേക്ക് അത്യാവശ്യം ആ മതിൽ വരെ നമുക്ക് സ്ഥലം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് 2 ബാത്റൂം കാര്യങ്ങൾ, വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കിച്ചണിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കാം. അപ്പോൾ അടുപ്പ് കാര്യങ്ങളുണ്ട്. അടുപ്പ് കത്തിക്കാനില്ല, ഫുള്ള് ഗ്യാസിൻ്റെ മുകളിലാണ് കളി കേട്ടോ. വീടിൻ്റെ എങ്ങനെ സൈഡാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അടുക്കള ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇതാ നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തൊക്കെ ഉണ്ടാക്കാനും വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ വീടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടോളി. ഇതാ നല്ല അടിപൊളി ഒരു വീടാണ്. സൂപ്പർ വീട്. ഓക്കെ, ഞങ്ങൾ നല്ല മുറ്റ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കിണറുണ്ട്. ഓക്കെ, വെള്ളത്തിന് ആവശ്യമായ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നമുക്ക് പുറത്തേക്ക് ഒരു ബാത്റൂം, 2 ബാത്റൂം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് വീടിൻ്റെ സൈഡൊക്കെ നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. ഓക്കെ, എല്ലാ ഭാഗവും നല്ല ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്കൊന്ന് നോക്കാതാ കണ്ടോ, മുറ്റവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മുറ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തേക്ക് വെറും 7 കിലോമീറ്ററാണ്. അപ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ അടുത്തൊക്കെ വീടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. റോഡിൻ്റെ ഒരു വർക്ക് എന്ന് വെച്ചാൽ റോഡ് കോൺക്രീറ്റ് ആവാനുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പെട്ടെന്നുള്ളൊരു മഴ വന്ന കാരണം കൊണ്ട് എന്തായില്ല, നമുക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം റോഡിലൂടെയാണ് വെള്ളം ഒലിച്ചു പോകുന്നത്. അതുകൊണ്ട് മണ്ണിടുമ്പോൾ ഒലിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും റോഡിൻ്റെ പണി ഉടനടി ഉണ്ടാവുകയും ചെയ്യും. പഞ്ചായത്ത് നിന്ന് പാസ്സായതല്ലേ. സ്ഥലം നോക്കി നിങ്ങൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു അടിപൊളി സ്ഥലം കേട്ടോ. അപ്പം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് അമ്പലമുക്കിൽ നിന്ന് ഇറങ്ങിയാൽ 250 മീറ്റർ, അതായത് അമ്പലമുക്കിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡ്. ആ റോഡിന് പോകുമ്പോൾ 18ാമത്തെ പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് റൈറ്റിലേക്ക് റോഡ് വരുന്നുണ്ട്, മണ്ണ് റോഡ്. ആ റോഡിന് കയറി വന്നാൽ നേരെ കണ്ടെത്തും കേട്ടോ. അപ്പം അടിപൊളി ഒരു ഏരിയയാണ്, മറക്കണ്ട. മൊത്തം 7.25 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന 4 ബെഡ്റൂമിൻ്റെ വീടും. നല്ല കണ്ടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് സൗകര്യമുണ്ട്. എല്ലാ പേപ്പറും ക്ലിയറാണ്, ഒരു പേപ്പറിനും ബുദ്ധിമുട്ടില്ല. അപ്പം 27 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചിട്ടുള്ളത്. അത് തന്നെ നമുക്ക് നെഗോഷ്യബിളാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് നമുക്ക് 13.5 കിലോമീറ്ററാണ് ഇവിടേക്ക് വരുന്നത്.
ഇപ്പോൾ പെരുവേല് അങ്ങാടി നിന്നൊക്കെയാണെങ്കിൽ 1.5 കിലോമീറ്റർ, അമ്പലമുക്ക് അങ്ങാടി നിന്നാണെങ്കിൽ നമുക്ക് 250 മീറ്റർ, അത് 18 പോസ്റ്റ് നമ്പർ 18. ഓക്കെ, അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പം വഴി ചോദിച്ചെടുങ്ങാറാണ്ട, ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ വിളിക്കുക, പെട്ടെന്ന് തന്നെ കച്ചവടമാക്കാം കേട്ടോ. നമ്മളെ ദ്വീപുള്ള ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയാണ്. കാരണം കോഴിക്കോട് നമ്മൾ 13 കിലോമീറ്ററേ ഉള്ളൂ, അവർക്ക് വരാനും പോകാനൊക്കെ എളുപ്പമാണ്. എപ്പോഴും വണ്ടി ഉണ്ടാവുകയും ചെയ്യും, മിനിറ്റിന് വണ്ടിയാണ്. റോഡ് നമ്മൾ എന്താണ് പ്രൈവറ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാണ്. 5 ലക്ഷം റുപ്യേൻ്റെ അടുത്താണ് ടോട്ടൽ അതിന് എസ്റ്റിമേറ്റ് ഇട്ടിട്ടുള്ളത് എഞ്ചിനീയർമാർ. അത് ആ പണം നമ്മളീ ഭാഗത്തുള്ള എല്ലാവരും കൂടി പിരിച്ച് അത് പ്രൈവറ്റ് റോഡാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു 4-5 അടി വീതിയിലുള്ളൊരു റോഡ് മാത്രമേ ഉള്ളൂ, ബൈക്ക് വേണം. അതിനെ എന്താക്കി ഒന്ന് വലുതാക്കി വിപുലീകരിച്ചപ്പോൾ നമുക്ക് 8 അടി 12 അടി വീതിയിൽ റോഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോഡൊക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓക്കെയാണ്. അപ്പം സർക്കാരിൻ്റെ ആനുകൂല്യം കാത്തിക്കണ്ട, ഓരോ തന്നെ സ്വന്തമായിട്ട് വേഗം ചെയ്യാൻ വേണ്ടി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നത്തിൽ ഈ മഴ കാരണം കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് എത്തി കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ആ ഒരു തടസ്സം. മഴ പോയി കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് സെറ്റപ്പ് ആക്കും. പൈസയൊക്കെ എല്ലാവരും പിരിച്ചൊക്കെ റെഡിയാക്കി, അവരതിന് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഒക്കെ റെഡിയാക്കിയിട്ടതാണ്.